മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മുന്നേ ഞാനൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ഫ്ലോർ എടുക്കുമ്പോഴത്തേക്കും മൈദയും കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് 1/2 കപ്പ് വേണം എടുക്കാൻ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് 1/2 കപ്പ് കിട്ടാനായിട്ട് ആദ്യം 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റാം. ഈ ഒരു കണക്കിന് ലെവൽ ചെയ്ത് വേണം മാറ്റാൻ. ഇതുപോലെ തന്നെ ലെവൽ ചെയ്തെടുത്ത 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയും കൊക്കോ പൗഡറും കൂടി കറക്റ്റ് 1/2 കപ്പ് തന്നെ കിട്ടും. ഇനി നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരല്പം ഒന്ന് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മേളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഈ ഒരു ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാം. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർക്കേണ്ടത്. അതായത് 1/8 ടീസ്പൂൺ അളവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സായി കിട്ടാനായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ആയിരിക്കണം. മുട്ടയൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയ ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇത് 3 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടൊരു റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഫസ്റ്റ് സ്പീഡിൽ 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച ശേഷമുള്ള അളവാണ് 1/2 കപ്പ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ആ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ലോ ടു ഹൈ സ്പീഡ് വരെ ഇട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കിന് വേണം കിട്ടാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റർ മാറ്റി വയ്ക്കാം. ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. ഫ്ലോർ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പൊങ്ങി വന്നതെല്ലാം അങ്ങ് താഴ്ന്നു പോവും. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും കുറച്ച് ഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്ലോർ മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഫ്ലോർ തന്നെ ചേർക്കണം. പാല് അതിന് മുന്നേ ഒഴിച്ച് തീർക്കണം. ആ ഒരു കണക്കിന് വേണം ആഡ് ചെയ്യാൻ. ഫ്ലോർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഒരു 20 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോഴാണ് എയർ ബബിൾസ് എല്ലാം പോയി കിട്ടുന്നത്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിമിന് ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിൽ വയ്ക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും
കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് കിട്ടിയാൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു പീസിൻ്റെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യും പോലെ ഗ്രേറ്റ് ചെയ്താൽ മതി. ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചിയാണ്. ഇനി ഇത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം ലെയർ കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മെൽറ്റായ ശേഷമാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേ നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഫ്രീസറിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തലേദിവസം തന്നെ എടുത്ത് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടിരിക്കും. ഞാനിത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡ് വരെ ഇട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ബൗളിൽ നിന്ന് ഒട്ടും തന്നെ താഴേക്ക് വീഴുന്നില്ല. അപ്പോൾ ഈ ഒരു കണക്കിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ക്രീം ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച ശേഷം ഇതിൻ്റെ മേളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടാനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ചെറി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മേളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മേളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചെറി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേളിലായിട്ട് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെയർ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്രംസ് ഒന്നും ഇതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ബോർഡൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. കേക്ക് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെക്കൻഡ് ലെയർ ക്രീം അപ്ലൈ ചെയ്യാം. ഈ ഒരു കേക്കിന് ഒരുപാട് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ലെവലാക്കി എടുക്കണമെന്നില്ല. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. സൈഡൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യവും ആ നൈഫ് നന്നായിട്ട് തുടച്ചിട്ട് വേണം വീണ്ടും ലെവൽ ചെയ്യാൻ. അപ്പോഴേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം സൈഡിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിൽക്ക് കോമ്പൗണ്ട് സൈഡ് മുഴുവനും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്ത ശേഷം അതിൻ്റെ മേളിലായിട്ട് ചെറി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. നല്ല പോലെ തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിപ്പം ഞാൻ ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.